ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നിത്യം പാരായണം ചെയ്യുന്നവർക്ക് നാമങ്ങളുടെ അർത്ഥവും ആശയവും അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളും എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ സഹായകമാവും വിധം ലളിതമായ രീതിയിൽ നടത്തുന്ന ഒരു കഥനമാണിത്. എൻ്റെ ഗുരുവും സർവസ്വവുമായ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെയും ഗുരു പരമ്പരയുടെയും ഓരോ ശ്രോതാക്കളുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ശ്രീ മഹാദേവിയായ ലളിതാ പരമേശ്വരിയുടെ ഇച്ഛ കൊണ്ടും ഗുരുവിൻ്റെ അനുഗ്രഹം മൂലവും ദിവ്യങ്ങളായ അനുഭവങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. പ്രപഞ്ചത്തെയും പ്രപഞ്ച സംവിധാനത്തെയും അതിക്രമിച്ചുകൊണ്ട് ശ്രീലളിതാംബികയായി എല്ലാറ്റിനും അധീശ്വരിയായി അമ്മ വിരാജിക്കുന്നു. നാമത്തിനും രൂപത്തിനും ഗുണങ്ങൾക്കും ജനന മരണങ്ങൾക്കും അപ്പുറമുള്ള ബ്രഹ്മത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നാമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി പഠിക്കണോ? ആയിരം നാമങ്ങളാൽ പ്രകീർത്തിക്കപ്പെടുന്ന ശ്രീ മഹാദേവിയെ നാമത്തിലൂടെയും ഭാവത്തിലൂടെയും രൂപവിശേഷ ഗ്രഹണത്തിലൂടെയും പഠിക്കണം. തീർച്ചയായും അർത്ഥം ഗ്രഹിച്ചു പഠിക്കണം. എങ്ങനെ പഠിച്ചാലും എങ്ങനെ ജപിച്ചാലും അമ്മയെ കിട്ടുക, അമ്മയെ അനുഭവിക്കുക, ഒരിക്കലും അശുദ്ധമാകാത്ത ആ ദിവ്യമായ ആനന്ദം ആസ്വദിച്ച് അതിൽ അലിഞ്ഞു ചേർന്നില്ലാതാകുക എന്നതായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യം. ദേവിയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ലഭ്യമാകുന്നതാണ് പഠിക്കണം എന്ന അഭിവാഞ്ച. അത് നിലനിർത്തുന്നതും അനുഭൂതി ലബ്ധമാക്കുന്നതും അമ്മയുടെ സങ്കല്പം ഒന്നുകൊണ്ട് മാത്രം. അതറിയുമ്പോൾ ശ്രീവിദ്യാസ്വരൂപിണിയും സർവശക്തിസ്വരൂപിണിയുമായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ തൃപ്താദ പത്മങ്ങളിൽ ഹൃദയപുഷ്പങ്ങളും മിഴിനീർ പൂക്കളും കൊണ്ട് അർച്ചന ചെയ്യുവാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ 18 പുരാണങ്ങളിൽ ഒന്നായ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ ഉത്തരാഖണ്ഡത്തിലാണ് ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിലൂടെ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അഗത്തിനെ എന്ന് പറഞ്ഞാൽ പർവ്വതത്തെ ഉറപ്പിച്ചു നിർത്തിയ അഗസ്ത്യമുനിയുടെ അതിതീവ്രവും അതികഠിനവുമായ തപസ്സിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാൻ 4 തൃക്കൈകളോടും അശ്വമുഖത്തോടും കൂടി ഹയഗ്രീവനായി സർവലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ശോഭയോടുകൂടി പ്രത്യക്ഷപ്പെടുന്നു. വിദ്യാമൂർത്തിയാണ് ഭഗവാൻ ഹയഗ്രീവൻ. അപ്പോൾ അജ്ഞാനികളായ ജനങ്ങൾക്ക് മോചനം ലഭിക്കുവാനുള്ള മാർഗമാണ് അഗസ്ത്യ ഋഷി ഭഗവാനോട് ആവശ്യപ്പെട്ടത്. പരജനഹിതത്തിനായി ഋഷി ആവശ്യപ്പെട്ട വരത്തിൽ പ്രസീതനായ വിഷ്ണു ഭഗവാൻ ഹയഗ്രീവ ഭഗവാൻ ത്രിപുരാ രഹസ്യം സംക്ഷിപ്തമായി ഉപദേശിച്ചു. എന്നാൽ ഇനിയും അറിയുവാനുള്ള ആഗ്രഹം കണ്ടപ്പോൾ ഹയഗ്രീവ ഭഗവാൻ ഹയഗ്രീവ ദേവർഷിയെ വരുത്തി ത്രിപുരാ രഹസ്യം വിശദമായി പറഞ്ഞുകൊടുക്കുവാൻ ആവശ്യപ്പെട്ട് അന്തർധാനം ചെയ്തു. അങ്ങനെ ഹയഗ്രീവ ഋഷി ലളിതോപാഖ്യാനം
ദേവിയുടെ ചരിത്രം പറഞ്ഞുകൊടുക്കുന്നു. ദേവിയുടെ അവതാര കഥ, ഭണ്ഡാസുരവധം, ത്രിപുരവർണ്ണനം, ദേവിയും കാമേശ്വരനുമായുള്ള വിവാഹം എന്നിവ വർണ്ണിക്കുന്നു ലളിതോപാഖ്യാനം. എന്നാൽ ഇനിയും തൃപ്തി വരാത്ത അഗസ്ത്യമുനി അപേക്ഷിച്ച പ്രകാരം ഭഗവാൻ ഹയഗ്രീവൻ ശ്രീ ലളിതാ സഹസ്രനാമം സംവാദരൂപത്തിൽ പകർന്നു നൽകുന്നു. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം മഹാദേവിയുടെ നിർദ്ദേശമനുസരിച്ച് വശിന്യാദി വാഗ്ദേവതകൾ രചിച്ച് അമ്മയെ ചൊല്ലിക്കേൾപ്പിച്ചതാണ്. അതിശ്രേഷ്ഠവും ദിവ്യവുമായ ദേവി നാമ സാഹസ്രകം. ഭഗവാൻ എങ്ങനെ ഹയഗ്രീവനായി എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കഥ സ്മരിക്കേണ്ടതുണ്ട്. ദേവന്മാരുടെ യാഗരക്ഷയ്ക്കായി ഉറക്കമൊളിച്ചിരുന്നു ഒരുപാട് വർഷങ്ങൾ ശ്രീ മഹാവിഷ്ണു. ദേവന്മാർക്കും ധർമ്മിഷ്ഠർക്കും ഭക്തർക്കും രക്ഷ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ്, പാലനമാണ് വിഷ്ണുവിൻ്റേത്. എന്നാൽ അനേക കാലത്തെ ഉറക്കമൊഴിക്കൽ വിഷ്ണുവിനെയും തളർത്തി. ഉറങ്ങിയേ തീരൂ. സ്വന്തം വില്ലിന്മേൽ ശാർംഗത്തിൽ തല വെച്ച് ഉറങ്ങി. ആ ഉറക്കം വിട്ടുണർന്നാലേ ലോകപാലനം സാധ്യമാകൂ. വിഷ്ണുവിൻ്റെ വില്ല് കടിച്ചു മുറിക്കുവാൻ ദേവന്മാർ ചിതലുകളെ ഏൽപ്പിച്ചു. അവർ ഭഗവാന്റെ വില്ലിൻ്റെ ഞാൺ അറുത്തു. പെട്ടെന്നുയർന്ന വില്ലിൻ്റെ ശക്തിയിൽ വിഷ്ണുവിൻ്റെ തല തെറിച്ചുപോയി. ഒരു കുതിരത്തല വെച്ചുപിടിപ്പിക്കൂ എന്ന് പരമേശ്വരി നിർദ്ദേശിച്ചു. വിഷ്ണു അങ്ങനെ കുതിരത്തലയനായി, ഹയഗ്രീവനായി. ഹയഗ്രീവൻ എന്നു പേരായി വേദങ്ങൾ അപഹരിച്ച അസുരനെ നിഗ്രഹിച്ചതും ഹയഗ്രീവനായ ഭഗവാൻ വിഷ്ണു തന്നെയായിരുന്നു. എങ്കിലും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സൃഷ്ടി സ്ഥിതി ലയ കർമ്മങ്ങൾക്ക് പ്രേരക ശക്തി സാക്ഷാൽ ത്രിപുരാംബിക തന്നെ എന്ന ഋഷിവചനം നമുക്ക് ഇവിടെ സ്മരിക്കാം, മനസ്സിലാക്കാം.